നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ എത്ര കണ്ട് വളർന്നു എന്നുള്ളത്, നിന്റെ വിശുദ്ധ ജീവിതത്തിൽ നീ എത്ര കണ്ട് വളർന്നു എന്നുള്ളത്, നിന്റെ ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ എത്ര കണ്ട് അഭിവൃദ്ധി പ്രാപിച്ചു എന്നുള്ളത്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ എത്ര കണ്ട് നീ ഉന്നതി പ്രാപിച്ചു എന്നുള്ളത് നിന്റെ തീരുമാനമാണ്. നമുക്ക് ആരും പഠിക്കാൻ പറ്റിയല്ല. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിന്റെ ദിനത്തിൽ, ഞാൻ അവനെ കണ്ടുമുട്ടുന്ന ദിനത്തിൽ അവന്റെ മുമ്പിൽ പച്ചയ്ക്ക് ഞാൻ നിൽക്കണം. ഞാൻ പ്രാർത്ഥിക്കാതിരുന്നതിനും ദൈവം എനിക്കായി ഒരുക്കിയ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാതിരുന്നതിനും ഞാൻ ആരെ പഠിക്കും? ക്ഷമിക്കാതിരുന്നതിന് ആരെ പഠിക്കും? ആരെ പഠിക്കാൻ പറ്റില്ല. കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ കർത്താവ് ചോദിക്കുക, നീ എന്തുകൊണ്ട് ക്ഷമിച്ചില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? നമ്മൾ എന്ത് ന്യായീകരണം കൊടുക്കാൻ പറ്റും? നമുക്ക് ഇന്ന് ഭൂമിയിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. എന്റെ ജീവിത പങ്കാളി അങ്ങനെ ആയതുകൊണ്ട്, എന്റെ മക്കൾ ഇങ്ങനെ ആയതുകൊണ്ട്, എന്റെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട്, എന്റെ കുടുംബം ഇങ്ങനെ ആയതുകൊണ്ട് അച്ഛാ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ കർത്താവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും ഒരു നാൾ പച്ചയോടെ നിൽക്കുമ്പോൾ, അവനെ മുഖാമുഖം കാണുമ്പോൾ, ഞാനിന്ന് ദൈവസ്നേഹത്തിന് ചേരാത്ത ജീവിതത്തിന്റെ മനോഭാവങ്ങളുടെ മേൽ തമ്പുരാന്റെ മുമ്പിൽ എന്ത് ന്യായീകരണം പറയാൻ ആർക്ക് പറ്റും?